അലൈക്കും വറഹ്മത്തുള്ള. പരിശുദ്ധമായ റമദാനിലെ റഹ്മത്തിന്റെ 10-ലെ 4-ാം ദിനത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പരിശുദ്ധമായ റമദാനിലെ ഏതൊരു രാപ്പകലുകളാണെങ്കിലും അത് റഹ്മത്തിന്റെ 10 ആവട്ടെ, മഗ്ഫിറത്തിന്റെ 10 ദിനങ്ങളാവട്ടെ, സ്വർഗപ്രാപ്തിയുടെ നരകവിമോചനത്തിന്റെ 10 ദിനങ്ങളാവട്ടെ, ഒന്നിനേക്കാൾ മെച്ചമേറിയതാണ്, മൂല്യമുള്ളതാണ്. അതുപോലെ തന്നെയാണ് അതിൽ കിട്ടുന്ന ഓരോ സമയങ്ങളും. കൃത്യമായ സമയങ്ങളെ മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തിയാൽ, ആ സമയങ്ങളെ കൃത്യമായി അള്ളാഹുവിലേക്ക് ദുആയിരുന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് ചോദിച്ചു കൊണ്ടിരുന്നാൽ ഉന്നതമായ വിജയങ്ങൾക്ക്, അത് ദുന്യാവിന്റെ വിഷയങ്ങളാവട്ടെ പരലോക സംബന്ധിയായ വിഷയങ്ങളാവട്ടെ, വലിയ നേട്ടങ്ങൾക്കും വലിയ വിജയങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അത്തരം ദുആകൾക്ക്, പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന മൂല്യമേറിയ സമയങ്ങളെ കുറിച്ച് മാത്രം നമുക്കൊന്ന് സംസാരിക്കാം. അതിൽ ഏറെ പ്രധാനപ്പെട്ട 1-ാമത്തെ സമയം സഹറിന്റെ സമയമാണ്, അഥവാ സുബഹി ബാങ്കിന്റെ മുമ്പുള്ള 2 മണിക്കൂർ സമയമാണ്. അതിനെയാണ് സഹറിന്റെ സമയം എന്ന് പറയുക. ആ സമയങ്ങളിൽ ഒരാൾ ഖുർആൻ പാരായണത്തിൽ മുഴുകുകയോ ദിക്റുകളിൽ മുഴുകുകയോ അതല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ആഗ്രഹത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യുകയോ ചെയ്താൽ, അത്തരക്കാരെ കുറിച്ച് ഖുർആനിൽ പരാമർശമുള്ളത് കൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥനകൾക്ക് ആ സമയത്ത് വലിയ ഇജാബത്തുണ്ട് എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് 1-ാമത്തെ സമയമാണ്. 2-ാമത്തെ സമയം ഇടയത്താഴം കഴിച്ചതിന് ശേഷം ബാങ്കിന്റെ തൊട്ടു മുമ്പുള്ള സമയമാണ്. ആ സമയങ്ങളിൽ ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടെന്ന് നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് 2 സമയങ്ങളായി. 3-ാമത്തെ സമയം ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള സമയമാണ്. അത് സുബഹി ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള സമയമാകാം, മറ്റുള്ള വഖത്തുകളിലെ ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള സമയങ്ങളാകാം. ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3 സമയങ്ങളായി. ഇനി 4-ാമത്തെ സമയം സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സമയമാണ്. ഉദാഹരണത്തിന് തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷമുള്ള സമയം, അതുപോലെ ദുഹാ നമസ്കാരത്തിന് ശേഷമുള്ള സമയം, വിത്ർ നമസ്കാരത്തിന് ശേഷമുള്ള സമയം, ഖിയാമുൽ ലൈലുകൾക്ക് രാത്രികാല നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സമയങ്ങൾ. ഈ സമയങ്ങൾക്കെല്ലാം ദുആയ്ക്ക് ഉത്തരമുണ്ട് എന്ന് അതിന്റെ തെളിവുകളടക്കം മഹത്തുക്കളായ മുൻഗാമികളായ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ അവരുടെ ജീവിത ശൈലികളിൽ നിന്ന്, ജീവിത രീതിയിൽ നിന്ന് നമുക്ക് മനോഹരമായ പാഠങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. അപ്പോൾ പ്രവർത്തിക്കാൻ കഴിയുന്നവരെ സംബന്ധിച്ച് അത്തരം സമയങ്ങളെയും ദുആയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്താൽ അവന്റെ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടാൻ ഏറെ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 5-ാമത്തെ സമയം വിശുദ്ധമായ റമദാൻ ആയതുകൊണ്ട് തന്നെ പതിവിലും കൂടുതലായി ഖുർആൻ പാരായണത്തിൽ സമയം കണ്ടെത്തുന്നവരാണ് നാം എല്ലാവരും. അങ്ങനെ കിട്ടുന്ന സമയങ്ങളിൽ ഖത്മുൽ ഖുർആൻ പൂർത്തീകരിച്ചതിന് ശേഷമുള്ള സമയങ്ങളിൽ അവൻ ചെയ്യുന്ന പ്രാർത്ഥനയോടൊപ്പം തന്നെ മലക്കുകളും സജീവമായി പങ്കെടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയുള്ളതാണ് പരിശുദ്ധമായ ഖുർആൻ പല നിലയ്ക്ക് ഓതി പൂർത്തീകരിക്കുന്നവരുണ്ടാകും. പരിശുദ്ധമായ ഖുർആൻ പാരായണങ്ങൾക്ക് ശേഷമുള്ള സമയങ്ങളിലും ഇതുപോലെ തന്നെ പ്രാർത്ഥനകൾക്ക് ഏറെ ഉത്തരം കിട്ടുന്ന സാധ്യതയുള്ള സമയങ്ങളാണ് എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ സമയങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്താം. ഇനി 6-ാമത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലം. മറ്റു നന്മകളുണ്ട്. നാം ചെയ്യുന്ന സ്വതക്കകൾ, ഒരാളെ വാഹനത്തിൽ കയറ്റുന്നതാവാം, ഒരാളെ സാമ്പത്തികമായി സഹായിക്കുന്നതാവാം, ഒരാളെ മാനസികമായി സഹായിക്കുന്നതാവാം, ഒരാളെ ശാരീരികമായി സഹായിക്കുന്നതാവാം. ഏത് നിലയ്ക്കാണെങ്കിലും ആ നന്മയെ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആ നന്മയെ മുൻനിർത്തി അള്ളാഹുവിലേക്ക് ദുആ ചെയ്താൽ, അത്തരം നന്മകളെ മുൻനിർത്തി ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നാം ചെയ്യുന്ന ഏതൊരു നന്മയുമാകട്ടെ, ആ നന്മയെ മുൻനിർത്തി അള്ളാഹുവിനോട് റഹ്മത്തിനെ, മഗ്ഫിറത്തിനെ, സ്വർഗപ്രാപ്തിയെ എല്ലാത്തിനെയും ചോദിച്ചു കൊണ്ടേയിരിക്കുക. ഇത് 6-ാമത്തെ സ്ഥലമാണ്. 7-ാമത്തെ സ്ഥലം അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയങ്ങളാണ്. ഈ സമയങ്ങളിൽ അതീവ പ്രാധാന്യതയുള്ള സമയങ്ങളാണ്. മുൻകാല ഔലിയാക്കന്മാരുടെ, സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ നാം വായിക്കുമ്പോൾ അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയങ്ങളെ പ്രത്യേകം പരിഗണിച്ചിരുന്നു എന്നും, ആ സമയങ്ങളിൽ മറ്റുള്ള എല്ലാ ജോലിയും മാറ്റിവെച്ച് ഇബാദത്തിലായി, ഖുർആൻ പാരായണത്തിലായി, ദിക്റുകളിൽ, ആത്മീയ പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഇബാദത്തിലായി, പ്രാർത്ഥനയിൽ അവർ കഴിഞ്ഞുകൂടിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ സമയത്ത്
സമയത്തെ വളരെ ഗൗരവപൂർവ്വം തന്നെ പരിഗണിക്കാൻ ശ്രദ്ധിക്കുക. 8ാമത്തെ സ്ഥലം മഗ്‌രിബ് ബാങ്കിന്റെ തൊട്ടു മുമ്പുള്ള സമയമാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് ആ ഒരു സമയത്തിന് പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട് എന്നും ഉത്തരം കിട്ടുന്ന സമയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 9ാമത്തെ സമയം നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയമാണ്. ഇൻദ ഫിത്രിഹി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക്, ഏതൊരു പ്രാർത്ഥനയ്ക്കും ആ സമയത്ത് ഉത്തരമുണ്ട് എന്നുള്ളതാണ്. 10ാമത്തെ സ്ഥലം നോമ്പ് തുറന്നതിന് ശേഷമുള്ള ആ ഒരു സമയത്താണ്. പരിശുദ്ധമായ നോമ്പിനെ അള്ളാഹു തആലയ്ക്ക് വേണ്ടി പിടിച്ചു വീട്ടി അത് പൂർത്തീകരിച്ചതിന് ശേഷം അള്ളാഹുലേക്ക് ചോദിക്കുന്ന ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മുൻകാല മഹത്തുക്കൾ അത് വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അവസാനത്തെ സമയം അർദ്ധരാത്രിയുടെ സമയമാണ്. ആ സമയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക റഹ്മത്തുമായി മനുഷ്യരിലേക്ക് അടുത്തു വരുന്നു എന്നും പ്രത്യേകമായി അള്ളാഹുവിന്റെ സാന്നിധ്യവും അവന്റെ പ്രത്യേകമായ കാരുണ്യവർഷവും അർദ്ധരാത്രി സമയങ്ങൾ ഉണ്ടാകുമെന്നും എന്തു ചോദിച്ചാലും പാവമോചനമാവട്ടെ, ആയുസ്സും ആരോഗ്യവുമാവട്ടെ എന്ന് വേണ്ട അവന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെന്ത് ചോദിച്ചാലും അതെല്ലാം കേൾക്കാൻ അള്ളാഹു തയ്യാറാണ് എന്നും അതിനൊക്കെ ഉത്തരം നൽകാനും അള്ളാഹു തയ്യാറാണ് എന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഏറെ മൂല്യമുള്ള ഒരു സമയമാണ് അർദ്ധരാത്രി സമയങ്ങൾ എന്നുള്ളതാണ്. പരമാവധി ഉപയോഗപ്പെടുത്താൻ ഈ പരിശുദ്ധമായ റമദാനിൽ ശ്രദ്ധിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോമ്പുകാലത്തെ ഏതൊരു പകലിലും ഏതൊരു രാത്രിയിലും അവൻ എപ്പോൾ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്കും കൃത്യമായി ഉത്തരങ്ങളുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും പ്രത്യേകമായ മൂല്യമുള്ള അസുലഭമായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഇത്തരം സമയങ്ങളെ കൂടുതലായി ഒന്ന് ശ്രദ്ധിക്കുകയും കൃത്യമായി ദുആ ചെയ്തുകൊണ്ട് ആ സമയത്തെ ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയങ്ങൾക്കും വലിയ നേട്ടങ്ങൾക്കും അത് കാരണമായി തീരുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ സൽക്കർമ്മങ്ങൾക്കും ഇജാബത്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ, കബൂലിയത്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയിൽ വിനീതനപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.